വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി പോലീസ് ആസ്ഥാനത്ത് വിളിച്ചുകൂട്ടിയ വാർത്താ സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക്. ഇന്ന് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി നമ്മൾ സദേൺ ഇന്ത്യയിലെ DGPമാരുടെ യോഗമാണ് വിളിച്ചുകൂട്ടിയത്. തമിഴ്നാട് DGP, പോണ്ടിച്ചേരി DGP, കർണാടക ADGP, തെലങ്കാന ആന്ധ്രാപ്രദേശിൽ നിന്ന് അവരുടെ നർക്കോട്ടിക് ബ്യൂറോ കൈകാര്യം ചെയ്യുന്ന IG-മാർ എന്നിവരാണ്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഏജൻസീസ്, കസ്റ്റംസ്, RPF, റവന്യൂ ഇൻ്റലിജൻസ്, നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ദെൻ IB എന്നീ ഉദ്യോഗസ്ഥന്മാർ യോഗത്തിൽ പങ്കെടുത്തു. കേരള DGP രവട ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ അഡ്വൈസർ C ഹേമചന്ദ്രൻ, മറ്റ് ADGPമാർ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. നമ്മൾ ഈ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഓപ്പറേഷൻ തുഫാൻ നർക്കോ ഹണ്ട് പൂർണ്ണമായി വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസിൻ്റെ സഹായം, ഇൻ്റലിജൻസിൻ്റെ സഹായം നമുക്കിതിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലെ DGPമാരുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് വളരെ ഫലപ്രദമായ മീറ്റിംഗ് ആയിരുന്നു. രാവിലെ 11 മണിക്ക് ആരംഭിച്ചിട്ട് ഇപ്പോഴാണ് ഈ മീറ്റിംഗ് കഴിഞ്ഞത്. പ്രധാനമായി ഇതിലെടുത്ത തീരുമാനം അവരെല്ലാവരും ഒരു കാര്യം സംബന്ധിച്ചു, ഓപ്പറേഷൻ തുഫാൻ അവരുടെ സംസ്ഥാനങ്ങളിലും വൻതോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. ആ കാര്യത്തിൽ അവർ കേരള ഗവൺമെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. എല്ലാവരും സംസാരിച്ച എല്ലാ DGPമാരും ADGPമാരും കേരള ഗവൺമെൻറ്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിയെ കരുതി, യുവത്വം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി, യുവാക്കളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെടുത്ത ഈ പ്രവർത്തനത്തെ എല്ലാവരും പ്രശംസിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊരു സ്ഥിരം സംവിധാനമായ ഒരു കോർഡിനേറ്റേഴ്സിന് ഒരു SP ലെവൽ, SP-യുടെ മുകളിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ അവർ ഓരോ സംസ്ഥാനങ്ങളിലെയും നോഡൽ ഓഫീസറായിട്ട് നിയമിക്കും. പീരിയോഡിക്കലായിട്ട് ഇൻ്റലിജൻസും ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളും അവർ ഈ കോർഡിനേറ്റേഴ്സ് പരസ്പരം ചർച്ച ചെയ്യും. ഈ യോഗം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിച്ചു കൂട്ടും. അങ്ങനെ ഒരു ക്ലോസ് കോർഡിനേഷനിൽ ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലെ പോലീസ് സംയുക്തമായി, പോലീസും അത് സെൻട്രൽ ഏജൻസീസും ഈ നർക്കോട്ടിക് എന്ന ഈ ഡർട്ടി ബിസിനസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തും അവർ ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. നമ്മളിനി അതേ മോഡലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മളിവിടെ ആലോചിച്ച് കുറേ നല്ല കാര്യങ്ങൾ അതാത് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലോസ് കോർഡിനേഷനിലൂടെ കേരളം ഈ ഓപ്പറേഷൻ തുഫാനെ വിജയിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് എല്ലാ സഹായവും ഈ 5 സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികൾ നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടക ഹോം മിനിസ്റ്റർ ശ്രീ പ്രിയങ്ക് ഖാർഗെ 15-ാം തീയതി ഇവിടെ വരാമെന്ന് ഇന്നിപ്പോൾ അദ്ദേഹം എന്നോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അന്ന് 15-ാം തീയതി ഉണ്ടാവും. അന്ന് കർണാടകത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി അന്ന് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്ര തുടങ്ങിയിട്ടുള്ള തെലങ്കാന എന്നീ മുഖ്യമന്ത്രിമാരുമായിട്ട് ഈ ദിവസങ്ങളിൽ അവരെ നേരിട്ട് കണ്ട് അവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നതാണ്. അങ്ങനെ വളരെ ഫലപ്രദമായ യോഗമായിരുന്നു ഇന്നത്തേത്. ഇനിയും ഇതിപ്പോൾ ഓപ്പറേഷൻ തുഫാൻ ജനങ്ങളുടെ പിന്തുണയോടെ, സഹകരണത്തോടെ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് എല്ലാ തലങ്ങളിലുമുള്ള കൂടുതൽ NDPS കോടതികൾ, ഇതൊക്കെ നേരത്തെ തന്നെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. എറണാകുളം, തിരുവനന്തപുരത്ത് ഓരോ NDPS കോടതികൾ സ്ഥാപിക്കാൻ അത് ഞാൻ ചീഫ് സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. ക്യാബിനറ്റ് തീരുമാനമുള്ളതാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകും. അത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ 10 കോടതികൾ കൂടി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സ്ഥലവും മറ്റു കാര്യങ്ങളും ഉടനടി തീരുമാനിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇതിന് ഡ്രഗ് ഫ്രീ കൺട്രി എന്ന നിലയിൽ ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള
DGPമാരുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികളുമായിട്ടും നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കേ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷനായിരിക്കും ഇനി അടുത്ത ഘട്ടമായി നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത്. വലിയ തോതിലുള്ള നമ്മുടെ സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് കടന്നു വരുന്നതിനുള്ള സാഹചര്യങ്ങളെ പരിപൂർണമായി ഇല്ലാതാക്കുക, അതിനുള്ള എല്ലാ ലൂപ്പ് ഹോൾസും അടയ്ക്കുക, നമ്മുടെ അതിർത്തികൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുക. ഇപ്പോൾ ബസ്സിൽ, ട്രെയിനിൽ, വിമാനത്തിൽ, ബോട്ടുകളിൽ ഒക്കെ വരുന്ന എല്ലാ സാധ്യതകളെയും അടച്ചുകൊണ്ട് കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.